അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഒരു ബിസിനസ് തുടങ്ങിയ വ്യക്തിയാണ്. ഒട്ടും പ്രതീക്ഷിച്ചിട്ട് അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് സംരംഭകരാകാൻ ശ്രമിച്ച വ്യക്തിയല്ല. 1991 ഒരു സിക്കിയുടെ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ടായിട്ട് സിക്കായ യൂണിറ്റിനെ അതിനെ കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ലേലത്തിലെടുത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നതാണ്. കാരണം അത് നമ്മുടെ റിലേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. അമ്മയുടെ സ്ഥലത്തായിരുന്നു ആ സ്ഥാനം നടന്നിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് എനിക്ക് എടുക്കേണ്ട അവസ്ഥ വന്നു. എന്നിട്ട് ഞാൻ പഠിച്ചത് നിൽക്കണമെന്ന് എനിക്ക് പറയില്ല. അപ്പോ ഈ എഞ്ചിനീയറിംഗ് പാസ്സായവർക്ക് കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷന്റെ ഒരു ടെക്നോക്രാറ്റ് ലോൺ ഉണ്ടായിരുന്നു. അപ്പോ ആ ലോൺ ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത പ്രസ്ഥാനമാണ്. അപ്പൊ ആദ്യം ഇലക്ട്രിക്കൽ കോൺട്രിബ്യൂട്ടർ, നമുക്കറിയാം കോൺക്രീറ്റിനകത്ത് കൺസീൽഡ് ടൈലിനൊക്കെ ഉപയോഗിക്കുന്ന റിജിഡ് PVC ഇലക്ട്രിക്കൽ കോൺട്രിബ്യൂട്ടർ ആണ് നിർമ്മിച്ചു തുടങ്ങിയത്. ശരിക്കും അന്ന് കേരളത്തിൽ ആർക്കും ISI മാർക്കില്ല. ISI മാർക്കില്ല എന്ന് മാത്രമല്ല, മിക്കവർക്കും റിജിഡ് PVC ഇലക്ട്രിക്കൽ കോൺട്രിബ്യൂട്ടർ അല്ല ഉപയോഗിക്കുന്നത്. ഈ റോൾ പൈപ്പുകളാണ് വളരെ വില കുറഞ്ഞ് വളരെയേറെ അപകടം ഉണ്ടാക്കുന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നിരോധിച്ചിട്ടുള്ള ആ സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് വയറിംഗ് ചെയ്യുന്നത്. ആ സമയത്താണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാൽക്കോ എന്നുള്ള ബ്രാൻഡിലാണ്. അപ്പോ തുടങ്ങിയ സമയത്ത് തന്നെ നമ്മളെടുക്കുന്ന ഒരു തീരുമാനം ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഉണ്ടാവില്ല. കാരണം ഈ PVC പൈപ്പില് അതിന് വില കുറയ്ക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങളാണ്. കാരണം നമുക്കറിയാം PVC എന്ന് പറയുന്നത് ഒരു ഓയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു സാധനം. അപ്പൊ അതിനെ പ്രോസസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന്റെ കൂടെ കാൽഷ്യം കാർബണേറ്റ് ചേർക്കണം. അപ്പോ 100 രൂപ വരെയുള്ള PVC റെസിനും 15 രൂപ വരെയുള്ള കുമ്മായം. അപ്പൊ ഈ കുമ്മായം എത്രമാത്രം ചേർക്കാമോ അതനുസരിച്ചിട്ട് ഈ പ്രൊഡക്റ്റിന്റെ വില കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു മാർക്കറ്റാണ് ഈ PVC മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇലക്ട്രിക്കൽ കോൺട്രിബ്യൂട്ടർ തുടങ്ങി 1995 UPVC വെള്ളം ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ വെള്ളം കൊണ്ടുപോകുന്നതിനുള്ള PVC പൈപ്പുകൾ 8 ഇഞ്ച് വരെയുള്ള PVC പൈപ്പുകൾ എന്നാണ് പോകുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യത്തിൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 25 ലക്ഷം രൂപ കൊടുത്തൊരു വീട് വയ്ക്കുന്ന സമയത്ത് ഈ വില കുറഞ്ഞ ഒരു സാധനം, ക്വാളിറ്റി മോശമായ ഒരു സാധനത്തിലേക്ക് പോയാൽ ഒരു 1000 രൂപ ഇലക്ട്രിക്കൽ കോൺട്രിബ്യൂട്ടറും വാട്ടർ പൈപ്പിന് 10,000 രൂപയില്ലാതെ. പക്ഷെ ഇതുണ്ടാക്കുന്ന വെല്ലുവിളികൾ വളരെ വലുത്. ഇലക്ട്രിക്കൽ കോൺട്രിബ്യൂട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻസുലേഷൻ റെസിസ്റ്റൻസിനും ഫയർ റെസിസ്റ്റൻസിനുമാണ്. ഇത് രണ്ടിനും വേണ്ടിയാണ് ഇലക്ട്രിക്കൽ കോൺട്രിബ്യൂട്ടർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വില കുറയ്ക്കുന്നതിനായിട്ട് കുമ്മായം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ക്വാളിറ്റി ഇല്ലാവും. അപ്പൊ പേരിന് മാത്രം നമുക്കൊരു ഈ കേബിൾ കവർ ചെയ്യാനായിട്ടുള്ള കോൺട്രിബ്യൂട്ടർ ഉണ്ടോ നമുക്ക് പറയാം, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ വാട്ടർ പൈപ്പിനെ സംബന്ധിച്ച് 10,000 രൂപയുടെ കുറവ് ക്വാളിറ്റി മോശമായിട്ടുള്ള ഇതിലേക്ക് പറയാം. കാരണം അത് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ISI ഉള്ളത് പോലും ഈ സംവിധാനം ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം വളരെ കുറവാണ്. വെളിയിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോ കോടിക്കണക്കിന് രൂപയുടെ ജലവിദ്യുത് പദ്ധതികൾ നമുക്ക് ബഹുമാനീയനായ നമ്മുടെ പ്രധാനമന്ത്രി എല്ലാ വീടുകളിലും ജലം എത്തിക്കുക, അതിന് മുന്നേ എല്ലാ വീടുകളിലും ഇലക്ട്രിസിറ്റി എത്തിക്കുക എന്നുള്ള പരിപാടിയിൽ എന്നാൽ ഒരു വലിയ പ്ലാനോടുകൂടി വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യുന്നു. പക്ഷേ ഈ നമ്മുടെ നാട്ടില് മറ്റേ വികസിത രാജ്യങ്ങളില് ക്വാളിറ്റി അഴിമതികളൊക്കെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്ത് ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ചുരുക്കമാകാനാണ് സാധ്യത. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു വലിയൊരു എന്താ ഒരു
നമുക്ക് ഒരു മാർഗവും ഇല്ലാത്തൊരവസ്ഥയാണ്. കാരണം ടെസ്റ്റ് ചെയ്യുന്നത് ഒന്ന്, പക്ഷെ മാർക്കറ്റ് വരുന്നത് വേറെ. ടെസ്റ്റ് ചെയ്യാനായിട്ട് പുതിയ ഉണ്ടാക്കി കൊടുക്കും, മാർക്കറ്റിൽ നിന്ന് എടുത്തേക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്താണ് ഞങ്ങളൊരു തീരുമാനം എടുത്തു. ഒരു കാരണവശാലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്താണ്. അത് ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുക. നമുക്ക് ആരോഗ്യം നോക്കേണ്ടത് 70-80% നമ്മുടെ ശരീരത്തിൽ വെള്ളമാണ്. ഒരു വീട് വെച്ചാൽ ആ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് 2-3 തലമുറ കുടിക്കേണ്ട വെള്ളം അവരോടാണ് ഒഴുകുന്നത്. എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. ലെഡ് ഈ PVC പൈപ്പില് ലെഡിന്റെ കണ്ടന്റ് പല മെറ്റീരിയലിൽ വരും. ലെഡിന് ലീച്ചിങ് എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. വെള്ളം തെല്ലോട് ഒഴുകുമ്പോൾ പതുക്കെ ലെഡ് ആ വെള്ളത്തിലേക്ക്. അത് ഞാൻ പറയുന്നത് ഇതിനു മുന്നേ ഉണ്ടായിരുന്ന GI പൈപ്പും മറ്റ് പൈപ്പുകളെക്കാളും ഒക്കെ വളരെ അഡ്വാൻറ്റേജ് ആണ്. ഉപയോഗിക്കുന്നതിനും എല്ലാം PVC പൈപ്പുകൾ നല്ലതാണ്. പക്ഷേ ഈ ഒരു അപകടം അപ്പൊ നമ്മൾ അന്ന് തന്നെ തീരുമാനം എടുത്തിരുന്നു, വാട്ടർ പൈപ്പുകളിൽ ഒരു കാരണവശാലും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പറയുന്നതിന്റെ ലിമിറ്റ് വളരെ കുറവ് ലെഡ് കണ്ടന്റ് മാത്രമേ ഉണ്ടാവും. വളരെ നെഗ്ലിജിബിൾ. മൂന്നാമത്തെ ടൈട്രേഷൻ ഏതാണ് 0 ആയിരിക്കും. അപ്പൊ ആ രീതിയിലൊരു പ്ലാനോടുകൂടിയാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് മാർക്കറ്റിംഗ് തുടങ്ങിയത്, മാനുഫാക്ചറിംഗ്, അതിനുശേഷം വിൽപ്പനയും തുടങ്ങിയത്. 95 ഞാൻ പറഞ്ഞു പുനലൂരിൽ തന്നെ രണ്ടാമത്തെ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2013 ഇടമ എന്ന് പറഞ്ഞിട്ട് കൊല്ലം ജില്ലയിൽ തന്നെ തെന്മല പഞ്ചായത്തിൽ വാട്ടർ പൈപ്പ് ഉണ്ടാക്കുന്നതിന് മാത്രമായിട്ട് ഫാക്ടറി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ചെങ്കോട്ടയിൽ തെങ്കാശി ജില്ലയിൽ ഫാക്ടറി തുടങ്ങി. അതിനുശേഷം കണ്ണൂര് നമ്മുടെ നാടുകാണി എന്ന് പറയുന്ന കിൻഫ്ര ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റില് ഫാക്ടറി. ഇത്രയും ഫാക്ടറികളാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്.